ഹലോ കൂട്ടുകാരെ, ട്രിഗ്നോമെട്രി 101 കഴിഞ്ഞ ക്ലാസ്സിലെ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ആണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് സ്പെഷ്യൽ ആംഗിൾസ് നോക്കാം. ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ വാല്യൂസ് എല്ലാം വന്നതെന്നും ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന സമയത്ത് ഈ വാല്യൂസ് അറിയുന്നില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ട് സ്പെഷ്യൽ ട്രയാങ്കിൾസ് ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഈ ടേബിളിലോട്ട് വരാം. ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് 45 ഡിഗ്രിയാണ്. ഇവിടെ റൈറ്റ് ആംഗിൾ. രണ്ട് ആംഗിൾസ് 45 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ സൈഡുകൾക്ക് ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. ആ പ്രൊപ്പോർഷനാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. അതായത് നിങ്ങൾക്കറിയാലോ, 45 ഡിഗ്രി ഈക്വൽ ആംഗിൾസ് ആണ്. ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റിലുള്ള സൈഡുകളും ഈക്വൽ ആയിരിക്കും. 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിലുള്ള സൈഡ് 1 യൂണിറ്റ് ആണെങ്കിൽ ഈ 45 ഡിഗ്രി ആംഗിളിൻ്റെ ഓപ്പോസിറ്റിലുള്ള സൈഡും 1 യൂണിറ്റ് ആയിരിക്കുമല്ലോ. ഇത് രണ്ടും 1 യൂണിറ്റ് ആണെങ്കിൽ ഇവിടെ ഹൈപ്പോട്ന്യൂസ് എത്രയായിരിക്കും നോക്കാം നമുക്ക്. ബൈ പൈത്തഗോറസ് തിയറം ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈക്വൽസ് ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ ആൾട്ടിറ്റ്യൂഡും ബേസും 1 തന്നെയാണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽസ് ടു 1 സ്ക്വയർ ഈസ് 1 plus 1 square is 1, 1 plus 1 is 2. Hypotenuse square equals to 2, hypotenuse equals to root 2. അപ്പോൾ ഈ സൈഡ് AC is root 2. മനസ്സിലായല്ലോ. രണ്ട് ആംഗിൾസ് 45 ഡിഗ്രി ആയിട്ട് വരുന്ന എല്ലാ ട്രയാംഗിൾസിൻ്റെയും സൈഡുകളുടെ റേഷ്യോ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതായത് ആംഗിൾസ് 45 ഡിഗ്രി 90 ഡിഗ്രി എന്ന റേഷ്യോയിലാണെങ്കിൽ അതിൻ്റെ സൈഡുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 എന്നായിരിക്കും. ഇതെല്ലാവരും പഠിച്ചു വെക്കണം. എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും ഒന്ന് എഴുതി നോക്കാം. അതായത് sin 45 ഈക്വൽസ് ടു ഈ ഒരു ആംഗിൾ കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്. 1 ഹൈപ്പോട്ന്യൂസ് ഈസ് √2. അപ്പോൾ sin 45 ഡിഗ്രി എന്ന് പറയുന്നത് 1/√2 ആണ്. ഇനി അടുത്തത് cos 45 ഡിഗ്രി ആണല്ലോ. അഡ്ജസൻറ്റ് സൈഡ് 1 ആണ്, ഓപ്പോസിറ്റ് സൈഡ് √2. ഇനി tan 45 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് 1/1 ഈക്വൽസ് ടു 1. കിട്ടിയല്ലോ. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ് അഡ്ജസൻറ്റ് സൈഡ്. ക്ലിയർ ആയില്ലേ? ഈ റേഷ്യോസിൻ്റെ എല്ലാം റെസിപ്രോക്കൽ എഴുതി കഴിഞ്ഞാൽ അടുത്ത 3 റേഷ്യോസും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ tan 45 കഴിഞ്ഞാൽ അടുത്തതായിട്ട് cosec 45, sec 45 and cot 45. Cosec 45 is hypotenuse by opposite side. Hypotenuse √2 ആണ്, ഓപ്പോസിറ്റ് സൈഡ് 1 ആണ്. അപ്പോൾ √2/1. √2/1 is √2. 1/√2ൻ്റെ റെസിപ്രോക്കൽ √2/1. അത് തന്നെയല്ലേ ഇവിടെ. √2/1 is √2. ഇനി sec 45 ഡിഗ്രി ഹൈപ്പോട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അത് √2/1 തന്നെ ഈക്വൽസ് ടു √2. cos 45 ഡിഗ്രിയുടെ റെസിപ്രോക്കൽ. ഇനി അടുത്തത് cot 45 ഡിഗ്രി അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അതായത് 1/1 ഈക്വൽസ് ടു 1. tan 45ൻ്റെ റെസിപ്രോക്കൽ. ഇത്രയും വാല്യൂസ് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താ? ഒരു റഫ് ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് രണ്ട് ആംഗിൾസും 45 ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ന്യൂസ് √2 ആയിരിക്കുമെന്നും മറ്റ് രണ്ട് സൈഡുകളും 1 എന്നായിരിക്കും എന്നുള്ള ഒരു റേഷ്യോ മനസ്സിൽ വെക്കുക. അപ്പോൾ ഈ ഒരു റേഷ്യോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സൈഡുകളും കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് ആംഗിൾസും 45 ഡിഗ്രി ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് നമുക്ക് 2 യൂണിറ്റ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സൈഡ് നമുക്ക് 2:1. ഇവിടെ 1:2 ആണ് 2. അതുപോലെ തന്നെ 1:2 ഈസ് 2 ഈ സൈഡിലും കിട്ടും. ഇതുപോലെ √2 × 2 അതായിരിക്കും നമുക്ക് ഈ സൈഡിൽ കിട്ടുന്നത്. അപ്പോൾ ഈ റേഷ്യോസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊപ്പോർഷൻ വെച്ചിട്ട് സൈഡുകൾ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 1:1:√2 എന്ന റേഷ്യോയിലാണുള്ളതെങ്കിൽ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഈ റേഷ്യോ യൂസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത രണ്ട് സൈഡുകൾ കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഒരു സൈഡ് 5 എന്നാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ അടുത്ത രണ്ട് സൈഡുകൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 1:5 √2 × 5 എന്ന് എഴുതാം. അപ്പോൾ 1 × 5 is 5, 1 × 5 is 5,
5√2. എല്ലാ സൈഡുകളും കിട്ടിയാലോ? രണ്ട് ആംഗിൾസ് 45 ഡിഗ്രി ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള രണ്ട് സൈഡുകളും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ തീറ്റ ഈക്വൽസ് ടു 45 ഡിഗ്രി വരുന്ന എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെയും വാല്യൂസാണ് പഠിച്ചത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്പെഷ്യൽ ആംഗിൾസ് വരുന്ന ഒരു ട്രയാങ്കിൾ കൂടെ നമുക്കൊന്ന് പഠിക്കാം. ഒരു ട്രയാങ്കിൾ ABC, ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്, അടുത്ത ആംഗിൾ 30 ഡിഗ്രിയാണ്. ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഈസ് 1, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ള സൈഡ് √3, ഹൈപ്പോട്ന്യൂസ് ഈസ് 2. അപ്പോൾ 30 ഡിഗ്രിയും 60 ഡിഗ്രിയും ആംഗിൾസ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾസിൻ്റെ സൈഡുകളുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1:2, √3:2 എന്നായിരിക്കും. പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതും സോൾവ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റേഷ്യോയിലായിരിക്കും ഈ സൈഡുകൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതൊരു ട്രയാങ്കിളും ഇതുപോലെ 60-30 ആംഗിൾസിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ റേഷ്യോ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത രണ്ട് സൈഡുകളും കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം ഒരു എക്സാമ്പിൾ. AB എന്ന സൈഡ് 2 യൂണിറ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അടുത്ത രണ്ട് സൈഡുകളും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1 × 2 is 2, അതുപോലെ √3 × 2 is 2√3, 2 × 2 is 4. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ നമുക്ക് 60 ഡിഗ്രിയും 30 ഡിഗ്രിയും ആംഗിൾസിലുള്ള ട്രയാങ്കിൾസിൻ്റെ സൈഡുകളുടെ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ റേഷ്യോസും ഒന്ന് എഴുതി നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് ആംഗിൾസ് ആണ്, sin 60യും sin 30യും ആണുള്ളത്. ആദ്യം തീറ്റ ഈക്വൽസ് ടു 30 ആയിട്ടുള്ള വാല്യൂസ് നോക്കാം. sin 30, cos 30, tan 30. sin 30 opposite side by hypotenuse. Opposite side is 1 by hypotenuse is 2. 1/2. Then cos 30 adjacent side by hypotenuse. Adjacent side is √3 by hypotenuse is 2. Tan 30 opposite side by adjacent side 1/√3. ഇനി cosec 30, sec 30, cot 30. cosec 30 hypotenuse by opposite side 2/1. 2/1 എന്ന് വെച്ചാൽ 2 ആണ്. sin 30യുടെ റെസിപ്രോക്കൽ. ഇനി sec 30 cos 30യുടെ റെസിപ്രോക്കൽ ആണ്. hypotenuse by adjacent side 2/√3. ഇനി cot 30 tan 30യുടെ റെസിപ്രോക്കൽ ആണ്. അതായത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് √3/1. √3/1 എന്ന് വെച്ചാൽ √3 തന്നെ. ഇനി തീറ്റ ഈക്വൽസ് ടു 60 ഡിഗ്രി നോക്കാം. sin 60, cos 60, tan 60, cosec 60, sec 60, cot 60. sin 60 ആകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ഈസ് √3/2. cos 60 adjacent side by hypotenuse, that is 1/2. tan 60 opposite side by adjacent side is √3/1, that is √3. cosec 60 sin 60യുടെ റെസിപ്രോക്കൽ ആണ് 2/√3. sec 60 cos 60യുടെ റെസിപ്രോക്കൽ 2/1. 2/1 എന്ന് വെച്ചാൽ 2 തന്നെ. cot 60 tan 60യുടെ റെസിപ്രോക്കൽ ആണ്. tan 60 √3 ആണ്. √3യുടെ റെസിപ്രോക്കൽ 1/√3. മനസ്സിലായല്ലോ? ഇപ്പം നമുക്ക് 45 ഡിഗ്രി ആംഗിളിൽ വരുന്ന എല്ലാ റേഷ്യോസും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 30 ഡിഗ്രിയും 60 ഡിഗ്രിയും വരുമ്പോഴുള്ള എല്ലാ റേഷ്യോസും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടേബിളിലോട്ട് പോവാം. ഈ ടേബിൾ നമുക്ക് ബൈ ഹാർട്ടായിട്ട് പഠിക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല. നമുക്ക് ഫിംഗർ ട്രിക്ക് യൂസ് ചെയ്തിട്ട് അത് പഠിക്കാവുന്നതേ ഉള്ളൂ. അത് ലാസ്റ്റിൽ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സാമിനൊക്കെ അപ്പിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ, വാല്യൂസ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ചെറിയ ടേബിൾ നമുക്ക് ഡ്രോ ചെയ്ത് വെക്കാം. റെഫറൻസിനായിട്ട് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസും ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ sin തീറ്റയുടെ വാല്യൂ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വാല്യൂസ് എല്ലാം അതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് നമ്മുടെ ആംഗിൾസ് തീറ്റ ഈക്വൽസ് ടു 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. എല്ലാ റേഷ്യോസും എഴുതാം നമുക്ക്. sin തീറ്റ, cos തീറ്റ, tan തീറ്റ, cosec തീറ്റ, sec തീറ്റ, cot തീറ്റ. സൈനിൻ്റെ എല്ലാ വാല്യൂസും നിങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ
ബാക്കിയെല്ലാം നമുക്ക് ആ ഒരു റെഫറൻസിൽ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് sin 0 0 തന്നെയാണെന്നും sin 90 1 ആണെന്നും മനസ്സിൽ വെക്കുക. 30 ഡിഗ്രി 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച സ്പെഷ്യൽ ആംഗിൾസിൻ്റെ റേഷ്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇത്രയും ആ ഒരു ഫസ്റ്റ് റോ ഒന്ന് പഠിച്ചു വെക്കാമല്ലോ. sin 30 ഈസ് 1/2, sin 45 ഈസ് 1/√2, sin 60 ഈസ് √3/2. ഈ വാല്യൂസ് റിവേഴ്സ് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ കോസിൻ്റെ എല്ലാ വാല്യൂസും ആയി. അതായത് 1√3/2, 1/√2, 1/2. ഇനി സൈനിൻ്റെയും കോസിൻ്റെയും ന്യൂമറേറ്ററുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാൻ കിട്ടും. അതായത് 0/1 ഈസ് 0, 1/√3, 1/1 ഈസ് 1, √3/1 ഈസ് √3, 1/0 ഈസ് നോട്ട് ഡിഫൈൻഡ്. അടുത്തത് കൊസീക്കാണ്. കൊസീക്ക് സൈനിൻ്റെ റെസിപ്രോക്കലാണല്ലോ. അപ്പോൾ 0യുടെ റെസിപ്രോക്കൽ 0 തന്നെ. 1/2 ആകുമ്പോൾ 2/1 ആവും. അത് നമുക്ക് 2 എന്ന് എഴുതാം. 1/√2ൻ്റെ റെസിപ്രോക്കൽ √2 എന്ന് എഴുതാം. പിന്നെ √3/2ൻ്റെ റെസിപ്രോക്കൽ 2/√3, 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെ. ഇനി സീക്കിൻ്റെ വാല്യൂസ് ആണെങ്കിൽ കോസിൻ്റെ റെസിപ്രോക്കൽ 1/1 ഈസ് 1, √3/2 ഈസ് 2/√3, 1/√2ൻ്റെ റെസിപ്രോക്കൽ √2/1 ദാറ്റ് ഈസ് √2, 1/2ൻ്റെ റെസിപ്രോക്കൽ 2 തന്നെ. 0യുടെ റെസിപ്രോക്കൽ 1/0, അത് നോട്ട് ഡിഫൈൻഡ് ആണല്ലോ. ഇനി അടുത്തത് ടാനിൻ്റെ റെസിപ്രോക്കലാണ്. ടാൻ 0 0 ആണ്. അപ്പോൾ കോഡ് 0 എന്ന് പറയുമ്പോൾ 1/0 ആണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. ടാൻ 30 1/√3, അതിൻ്റെ റെസിപ്രോക്കൽ √3 തന്നെ. 1ൻ്റെ റെസിപ്രോക്കൽ 1, √3യുടെ റെസിപ്രോക്കൽ 1/√3. ടാൻ 90 നോട്ട് ഡിഫൈൻഡ് വന്നത് ഡിനോമിനേറ്റർ 0 ആയതുകൊണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ആ 0 ന്യൂമറേറ്ററിലോട്ട് പോകുമല്ലോ. അപ്പോൾ നമ്മുടെ കോഡ് 90 ഈസ് 0. മനസ്സിലായില്ലേ? ഭയങ്കര ഹാർഡായിട്ട് വിചാരിക്കേണ്ട. ഇതെല്ലാം എങ്ങനെയാണ് ഈ വാല്യൂസ് എല്ലാം വന്നതെന്നും എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു ടേബിൾ ഉണ്ടാക്കാമെന്നും പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിയാണ് നമ്മുടെ ഫിംഗർ ട്രിക്ക് എന്ന് പറയുന്നത്. എക്സാമിനൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ടേബിളൊന്നുമില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ വാല്യൂസും ആലോചിച്ച് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മളെല്ലാം ബൈഹാർട്ടായി വെച്ച് പോകണം. അപ്പോൾ അതിന് പകരം നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഈ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നമുക്ക് ഈ ഒരു വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിച്ച എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും നമ്മുടെ ഫിംഗർ കൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഓരോ ഫിംഗേഴ്സും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓരോ ആംഗിൾസ് ആണെന്ന് കരുതാം. നമ്മുടെ തമ്പ് 0 ഡിഗ്രി, അത് കഴിഞ്ഞാൽ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. ഇത്രയാണല്ലോ നമുക്കിപ്പോൾ ആവശ്യമുള്ള വാല്യൂസ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ റേഷ്യോസും കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതായത് സൈനാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഫോർമുല ഉണ്ട്. റൂട്ട് ഫിംഗേഴ്സ് എബവ് ബൈ 2. ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഒരു കയ്യിലെ ഫിംഗേഴ്സ് നോക്കുക. അതിൽ തമ്പിന് 0, അടുത്തത് 30, അടുത്തത് 45, അടുത്തത് 60, അടുത്തത് 90. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ 0 ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ ഫിംഗറിൻ്റെ എബവ് ആയിട്ട് എത്ര ഫിംഗേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ വേറെ ഫിംഗേഴ്സ് ഒന്നുമില്ലല്ലോ, അപ്പോൾ 0 എന്ന് എഴുതാം. റൂട്ട് ഫിംഗേഴ്സ് എബവ് എന്നാണ്. റൂട്ട് 0 is 0, 0/2 is 0. സൈൻ 0 is 0. ഈ റൂട്ട് എല്ലാം ഉണ്ടെന്ന് വിചാരിച്ച കാൽക്കുലേഷനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. റൂട്ട് 0 എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് നിങ്ങൾക്കറിയാം. മൈൻഡ് കാൽക്കുലേഷൻ മതി. ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവാനായിട്ടാണ്. അതല്ലാതെ നമുക്ക് എഴുതേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. റൂട്ട് നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബവ് ബൈ 2. നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബവ് ഇസ് 0. അപ്പോൾ സൈൻ 0 is 0. അത്ര എഴുതാനേ ഉള്ളൂ. ഇനി അടുത്തത് സൈൻ 30 ഡിഗ്രി നോക്കാം. ഈ 30 ഡിഗ്രിയുടെ എബവ് എത്ര ഫിംഗേഴ്സ് ഉള്ളത്? ഒരു ഫിംഗറേ ഉള്ളൂ അല്ലേ. അപ്പോൾ റൂട്ട് 1/2 ആയിരിക്കും. റൂട്ട് 1 is 1, 1/2. ഇത്രയേ ഉള്ളൂ സൈൻ 30. ഞാനിത് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് അതിൽ ഈ ഒരു മെത്തേഡ് ചെയ്ത് ശീലിച്ച് നോക്കുക. ഒരു 2 or 3 തവണ നിങ്ങൾ ശീലിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് പിന്നെ എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്തത് സൈൻ 45 നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കൂ. സൈൻ 45 ഡിഗ്രി. റൂട്ട് നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബോവ് എന്ന് പറയുമ്പോൾ റൂട്ട് 2 ആണ് വരുന്നത് അല്ലേ. 2 ഫിംഗേഴ്സ് ആണ് മേലെ ഉള്ളത്. അപ്പോൾ √2/2.
√2/2 എന്ന് പറയുമ്പോൾ മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ടത് √2 ആയിട്ട് തന്നെയാണ്. ഈ 2 എന്ന് പറയുന്നത് എന്താ, √2 × √2 ആണ്. അപ്പോൾ ഈ രണ്ടും കൂടെ കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 1/√2 ആയിരിക്കും. ഇതെല്ലാം മൈൻഡിൽ ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. sin 45 എന്ന് പറയുമ്പോൾ ഈ 45ന്റെ മേലെ 2 ആണ്. അപ്പോൾ √2/2 എന്ന് കണ്ടു കഴിഞ്ഞാൽ 1/√2 എഴുതാം. മനസ്സിലായില്ലേ? അങ്ങനെ പെട്ടെന്ന് ചെയ്യാം. അടുത്തത് sin 60 ആണ്. ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയ നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബോവ്, ഇതിൻ്റെ മേലുള്ള ഫിംഗേഴ്സ് 3 ആണ്. അപ്പോൾ √3/2 അത് തന്നെയാണ് വാല്യൂ. ഇനി അടുത്തത് sin 90 ഡിഗ്രി, നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബോവ് ഈസ് 4. അപ്പോൾ √4/2 ആയിരിക്കും. √4 is 2, 2/2 is 1. ഈ സൈനിൻ്റെ വാല്യൂസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, അതിനുശേഷം നമുക്ക് കോഴ്സിലോട്ട് പോകാം. നമ്മുടെ ഫോർമുല √fingers above/2 ആണ്. ഇവിടെ നമ്പർ ഓഫ് ഫിംഗേഴ്സ് above is 0. √0/2 is 0. ഇവിടെ നമ്പർ ഓഫ് ഫിംഗേഴ്സ് above is 1. √1/2 is 1/2. sin 45 √2/2. √2/2 is 1/√2. ഇനി sin 60 √3/2. sin 90 √4/2 is 2/2. 2/2 is 1. മനസ്സിലായില്ലേ? അപ്പോൾ അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോ. വേറെ റെഫറൻസ് ഒന്നുമില്ല. നമുക്കറിയാവുന്നത് സൈൻ കണ്ടുപിടിക്കാൻ √fingers above/2 ആണ്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് സൈനിൻ്റെ വാല്യൂസ് എല്ലാവരും കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. അപ്പോൾ ഇനി കോസിൻ്റെ നോക്കാം. തമ്പിന് 0 ഡിഗ്രി എന്ന് കൊടുക്കാം. പിന്നെ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. കോസ് തീറ്റ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ √fingers below/2. സൈൻ തീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്തത് √fingers above/2 ആയിരുന്നു. ഇവിടെ നമുക്ക് √fingers below/2 ചെയ്യാം. അപ്പോൾ ഇനി ഒരു കൺഫ്യൂഷനും ഇല്ലാതെ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. cos 0 ഡിഗ്രി ഈസ് √fingers below/2. ഇവിടെ 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രിയുടെ താഴെയുള്ള ഫിംഗേഴ്സ് 4 ആണ്. അപ്പോൾ √4/2 ആയിരിക്കും. √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2/2 = 1. ഇനി cos 30 √fingers below. 30 ഡിഗ്രി എന്ന ഫിംഗറിൻ്റെ താഴെ 3 ഫിംഗേഴ്സ് ആണുള്ളത്. √3/2 എന്ന് എഴുതാം. അപ്പോൾ ഇനി cos 45 എന്ന ഫിംഗർ ഇതാണ്. അതിന് താഴെ 2 ഫിംഗേഴ്സ് ആണുള്ളത്. അപ്പോൾ √2/2. √2/2 എന്ന് പറഞ്ഞാൽ √2/√2 × √2 ആണ്. ഈ √2 കട്ടായി പോവും. അപ്പോൾ 1/√2 ആണ്. ഇതെല്ലാം മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്തത് cos 60 ആണ്. cos 60 ഡിഗ്രി = താഴെ ഒരു ഫിംഗർ ആണ് ഉള്ളത്. അപ്പോൾ √1/2 ആയിരിക്കും. √1/2 എന്നാൽ 1/2 തന്നെ. ഇനി cos 90 ഡിഗ്രി 0/2 ആണ്. 0/2 എന്ന് വെച്ചാൽ 0. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കാൽക്കുലേഷൻസ്. ഇപ്പോൾ കോസിൻ്റെ ആണെങ്കിലും സൈൻ്റെ ആണെങ്കിലും എങ്ങനെയാണ് എല്ലാ ആംഗിൾസിൻ്റെയും വാല്യൂസ് എഴുതുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു √2/2 എന്ന് വരുന്നിടത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്തിട്ട് നമ്മൾ ചെയ്തത്. അത് ഇവിടെ cos 45നും അതുപോലെ തന്നെ sin 45നുമാണ് അത് വരുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും. സൈനും കോസും നിങ്ങൾക്ക് ഓക്കെ ആയല്ലോ. അപ്പോൾ ഇനി നമുക്ക് ടാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. tan θ നിങ്ങൾക്കറിയാലോ, tan θ എന്ന് പറഞ്ഞാൽ sin θ/cos θ ആണെന്ന്. അതൊക്കെ നേരത്തെ പഠിച്ചു അല്ലേ? അപ്പോൾ tan θ = √fingers above/√fingers below. ഇവിടെ ആംഗിൾസ് മാർക്ക് ചെയ്യാം. 0 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. tan 0 ഡിഗ്രി, നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബോവ് ഈസ് 0. ന്യൂമറേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ തന്നെ 0 എന്നാണ് കിട്ടുന്നത്. √0/√4 എന്നായിരിക്കും. 0 ആണ് tan 0. മനസ്സിലായില്ലേ? ഇനി അടുത്തത് tan 30 ഡിഗ്രി. tan 30 ഡിഗ്രി ഈസ് നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബോവ്, അത് √1 ആണ്. √fingers below ഈസ് 3. അപ്പോൾ 1/√3. അടുത്തത് tan 45 നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബോവ് ഈസ് √2 number of fingers below is √2. √2/√2 is 1. ഇനി tan 60 ഡിഗ്രി √3/√1, that is √3. ഇനി tan 90 number of fingers above is 4. Then √4 number of fingers below is 0. ഡിനോമിനേറ്റർ 0 ആയിട്ട് വന്നു കഴിഞ്ഞാൽ not defined.
അറിയാലോ, ടാൻ 0 ഡിഗ്രി ഇസ് 0, ടാൻ 30. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. 0 എന്ന ഫിംഗറിൻ്റെ മേലെ വേറെ ഫിംഗേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് ടാൻ 0 ഡിഗ്രി ഇസ് 0. ടാൻ 30 √1/√3. √1/√3 എന്ന് പറയുമ്പോൾ 1/√3. ടാൻ 45 ഡിഗ്രി √2/√2, ദാറ്റ് ഈസ് 1. ഇനി ടാൻ 60 ഡിഗ്രി √3/1, ദാറ്റ് ഈസ് √3. ടാൻ 90 ഡിഗ്രി √4/0, ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. മനസ്സിലായില്ലേ? ഇപ്പോൾ സൈൻ, കോസ് ആൻഡ് ടാൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇതറിയുന്ന എല്ലാവർക്കും കൊസീക്, സീക്കൻഡ്, കോട്ടിൻ്റെ വാല്യൂസ് എഴുതാൻ പറ്റുമല്ലോ. സൈനിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കലായിട്ട് നമുക്ക് കൊസീക്കിൻ്റെ വാല്യൂ എഴുതാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കൊസീക് 30 ആണെന്ന് വിചാരിക്കാം. സൈൻ 30 നോക്കാം. റൂട്ട് നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബവ്. അപ്പോൾ ഫിംഗേഴ്സ് എബവ് ഈസ് 1/2. അപ്പോൾ 1/2 അതിൻ്റെ റെസിപ്രോക്കലായിരിക്കും കൊസീക് 30. അതായത് 2/1 എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് കോഡ് 30 ആണെങ്കിലോ? ടാനിൻ്റെ റെസിപ്രോക്കലായിരിക്കുമല്ലോ കോഡ് 30. ടാൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബവ് ബൈ നമ്പർ ഓഫ് ഫിംഗേഴ്സ് ബിലോ. 30 ഡിഗ്രിയുടെ നമ്പർ ഓഫ് ഫിംഗേഴ്സ് എബവ് ഈസ് 1. അപ്പോൾ √1 by number of fingers below is 3, then √3 and 1/√3. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും ഇവിടെ വരുന്നത് √3/1, ദാറ്റ് ഈസ് √3. ഈ പറയുന്നത്ര ടൈം പോലും എടുക്കാതെ നിങ്ങൾക്ക് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് എഴുതാൻ പറ്റുന്നതല്ലോ. അപ്പോൾ നമ്മുടെ ഫിംഗർ ഉണ്ടെങ്കിൽ ഫിംഗറിൽ തമ്പിൽ നിന്ന് തുടങ്ങി 0, 30, 45, 60, 90 അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ വാല്യൂസും എഴുതാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ എക്സാമിനൊക്കെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. ചിലവരൊക്കെ പറയും ഇത് കൺഫ്യൂസിങ് ആണ്, കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്ക് ഇതായിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഞാനിവിടെ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളും ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നവരെ എല്ലാവരും പറയും ഇത് വേണ്ട, അത് കൺഫ്യൂസിങ് ആണെന്നൊക്കെ പറയും. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.